നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളൊരു ദുർസ്വപ്നം കണ്ടിട്ട് പേടിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എണീക്കണമെന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്നു മാത്രമല്ല നിങ്ങളുടെ കൈവിരലൊന്ന് ചലിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന സ്ലീപ്പിങ്ങിന്റെ ഒരു ഘട്ടമാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അല്ലെങ്കിൽ REM സ്ലീപ്പ് എന്ന് പറയും. ഈ ഉറക്കത്തിന്റെ ഘട്ടത്തിൽ നിങ്ങളുടെ കണ്ണുകൾ വേഗത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. REM സ്ലീപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടിയുള്ളതാണ്. സ്ലീപ്പിങ്ങിന്റെ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളുടെ ബ്രെയിന് വേണ്ട ഇൻഫർമേഷൻ മാത്രം സേവ് ചെയ്യുന്നതും വേണ്ടാത്ത ഇൻഫർമേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഈ സമയം നിങ്ങളുടെ ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ബോഡി ഒന്ന് അനക്കാൻ പോലും പറ്റില്ല. ഏകദേശം ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും. ഈ സമയത്തായിരിക്കും നിങ്ങൾ ഇന്റൻസീവ് ആയിട്ടുള്ള പല സ്വപ്നങ്ങളും കാണുന്നത്. നമ്മളുടെ മെമ്മറി പവർ കൂട്ടാനും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഈ REM സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പിങ്ങിന്റെ ഈ ഒരു ഘട്ടം വളരെ നിർണായകമാണ്. നമ്മുടെ ഒരു ദിവസത്തെ ടോട്ടൽ ഉറക്കത്തിന്റെ 20 മുതൽ 25% വരെ REM സ്ലീപ്പ് ആയിരിക്കും. നോർമലി REM സ്ലീപ്പിന് 3 ഘട്ടങ്ങളായിരിക്കും ഉള്ളത്. REM സ്ലീപ്പിന്റെ ആദ്യത്തെ ഘട്ടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് മാത്രമായിരിക്കും. എന്നാൽ അവസാനത്തെ ഘട്ടം REM സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറായിരിക്കും. ഇതുകൊണ്ടാണ് 7 hours സ്ലീപ്പിംഗ് എങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് വേണമെന്ന് പറയുന്നത്. രാത്രി ലേറ്റ് ആയിട്ട് കിടന്നിട്ട് മോർണിംഗിൽ നേരത്തെ എണീക്കുന്ന ആളുകൾ മിസ് ചെയ്യുന്നത് ഈ അവസാനത്തെ ഘട്ടം അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷനുള്ള REM സ്ലീപ്പ് സൈക്കിൾ ആയിരിക്കും.